സെക്കൻഡ് സെമസ്റ്റർ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ ലാസ്റ്റ് ചാപ്റ്ററാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ്. ആസ് പെർ ഇൻഡ് എയേഴ്സ് ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റ്, എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി, a statement of cash flows, and notes comprising significant accounting policies and other explanatory information. അപ്പം ഇൻഡ് എസ് പ്രകാരം ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി, ദെൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെ നോട്ട്സ് ടു അക്കൗണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ, അതായത് ബാലൻസ് ഷീറ്റിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ദിസ് ഈസ് ദ ഫോം ഓഫ് ബാലൻസ് ഷീറ്റ് ടു ബി പ്രിപ്പയർഡ് ബൈ ദി ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ്. അപ്പോൾ എന്താ പറയുക, ഒരു പെർട്ടിക്കുലേഴ്സ് കോളം ഉണ്ട്, നോട്ട് നമ്പർ എന്ന് പറയുന്ന ഒരു കോളം ഉണ്ട്, ആൻഡ് ഫിഗേഴ്സ് ആറ്റ് ദി എൻഡ് ഓഫ് ദി കറണ്ട് ഇയർ ഉണ്ട്, ആൻഡ് ഫിഗേഴ്സ് ആസ് അറ്റ് ദി എൻഡ് ഓഫ് ദി പ്രീവിയസ് ഇയർ. അതായത് പ്രീവിയസ് ഇയറിലെ ബാലൻസും കൂടെ, അതായത് രണ്ട് ബാലൻസസ്, കറണ്ട് ഇയറിലെ ബാലൻസും പ്രീവിയസ് ഇയറിലെ ബാലൻസും ക്വസ്റ്റ്യനിൽ തന്നതാണെങ്കിൽ അങ്ങനെ രണ്ട് എമൗണ്ട് കോളം ഇട്ടിട്ട് രണ്ട് എമൗണ്ടും അതിൽ എഴുതേണ്ടതാണ്. പിന്നെ നോട്ട്സ് ടു അക്കൗണ്ട്, അതായത് നമ്മൾ എഴുതുന്ന ഡീറ്റെയിൽസിൽ എന്തെങ്കിലും തരത്തിലുള്ള എക്സ്പ്ലനേഷൻസ് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു നോട്ട്സ് ടു അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് വേറൊരു സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യാറുണ്ട്. അപ്പോൾ അതിലാണ് നമ്മൾ ഇതിൻ്റെയൊക്കെ എക്സ്പ്ലനേഷൻ എഴുതാറുള്ളത്. അപ്പോൾ ആ നോട്ട് നമ്പറാണ് ഇവിടെ നോട്ട് നമ്പർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് നോക്കാം. ബാലൻസ് ഷീറ്റിൽ നമ്മൾ ആദ്യം തന്നെ കാണിക്കേണ്ട ഐറ്റം എന്ന് പറയുന്നത് അസറ്റ്സ് ആണ്. അസറ്റ്സിനെ തന്നെ നമ്മൾ നോൺ കറണ്ട് അസറ്റ്സ്, അതേപോലെ കറണ്ട് അസറ്റ്സ് എന്നിങ്ങനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ആദ്യം തന്നെ അസറ്റ്സിൽ നോൺ കറണ്ട് അസറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ദി ഫസ്റ്റ് വൺ ഈസ് പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്. പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ കാണിക്കുന്ന ഫിക്സഡ് അസറ്റ്സ് ലൈക്ക് ലാൻഡ്, ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്, ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചേഴ്സ്, വെഹിക്കിൾസ്, ഓഫീസ് എക്യുപ്മെൻറ്റ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എന്തിൽ വരിക, പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ നമ്മൾ പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് എന്നാണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കുക. ആൻഡ് നോട്ട് നമ്പർ കൊടുത്തിട്ട് ഇപ്പോൾ ഒരുപാട് പി കാറ്റഗറിയിൽ വരുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട്, ലൈക്ക് ലാൻഡ്, ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്, ഫർണിച്ചർ, വെഹിക്കിൾ എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ തന്നതാണെങ്കിൽ നമ്മൾ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ആ നോട്ടിൽ ആ എല്ലാ ഐറ്റംസും കാണിച്ചിട്ട് അതിൻ്റെ ടോട്ടലാണ് നമ്മളിവിടെ നോട്ട് നമ്പർ എന്ന് പറഞ്ഞിട്ട്, ഇപ്പോൾ 1 ആണെങ്കിൽ നോട്ട് നമ്പർ 1 പറഞ്ഞിട്ട് അവിടെ എമൗണ്ട് കാണിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയാണത് ചെയ്യേണ്ടത്. ഇനി സെക്കൻഡ് ഐറ്റം എന്ന് പറയുന്നത് ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. Capital work in progress represents the expenditure incurred on acquiring or constructing tangible assets which are not yet ready for intended use. അതായത് നമ്മളിപ്പം ഏതെങ്കിലും ഒരു ടാഞ്ചിബിൾ അസറ്റ്സ് അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ്സ് ഒക്കെ അക്വയർ ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ടാഞ്ചിബിൾ അസറ്റ്സ് അക്വയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള കോസ്റ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത്. അതായത് അസറ്റ്, നമ്മൾ ടാഞ്ചിബിൾ അസറ്റ് ഇപ്പോൾ കൺസ്ട്രക്ട് ചെയ്യാനോ അല്ലെങ്കിൽ അത് അക്വയർ ചെയ്യുന്നതിനോ വേണ്ടിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള കോസ്റ്റ് വന്നിട്ടുണ്ടോ, പക്ഷേ ആ അസറ്റ്സ് നമ്മൾ ഇതുവരെ എന്ത് ചെയ്യാൻ നോക്കിയിട്ടില്ല, ഇതുവരെ നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള കോസ്റ്റാണ് ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന കാറ്റഗറിയിൽ നമ്മൾ കാണിക്കേണ്ടത്. ആൻഡ് ദി തേർഡ് ഈസ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി. ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ലാൻഡ് ഓർ ബിൽഡിംഗ് ഓർ ബോത്ത് which is held to earn rental or capital appreciation or both. അതായത് നമ്മളിപ്പം ഏതെങ്കിലും ഒരു, നമ്മുടെ കമ്പനിക്ക് ഏതെങ്കിലും ഒരു ബിൽഡിംഗ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ബിൽഡിംഗ് നമ്മൾ എന്തിന് കൊടുത്തിട്ടുണ്ട്, റെൻറ്റിന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് റെഗുലറായിട്ട് എന്ത് കിട്ടും, ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ റെൻറ്റ് കിട്ടും. അപ്പോൾ അങ്ങനെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ഐറ്റം ആണ് ഏത് കാറ്റഗറിയിൽ വരുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമ്മൾ കാണിക്കേണ്ടത്. നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഗുഡ് വില്ലാണ്. ഗുഡ് വിൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റെപ്യൂട്ടേഷൻ വാല്യൂ ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ റെപ്യൂട്ടേഷൻ വാല്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഗുഡ് വിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഗുഡ് വിൽ എന്ന് പറയുന്നത് ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആണ്. പക്ഷേ ഗുഡ് വിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് കാണിക്കേണ്ടത്.
അതർ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് വേറൊരു ഐറ്റം വരുന്നുണ്ട്, അതർ ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. അതിലാണ് എന്തൊക്കെ വരുന്നത്? ട്രേഡ് മാർക്ക്, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ, കോപ്പിറൈറ്റ്, പേറ്റൻറ്റ്, ലൈസൻസസ് ആൻഡ് ഫ്രാഞ്ചൈസീസ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മറ്റ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആണ് നമ്മൾ ഏത് കാറ്റഗറിയിൽ കാണിക്കേണ്ടത്? അതർ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന കാറ്റഗറിയിൽ കാണിക്കേണ്ടത്. ഗുഡ് വിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണിക്കേണ്ടതായിട്ടുണ്ട്. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് അണ്ടർ ഡെവലപ്മെൻറ്റ്. എന്ന് വെച്ചാൽ നമ്മൾ ഇൻടാഞ്ചിബിൾ അസറ്റ്സ്, ഇപ്പോൾ നമ്മൾ ഒരുപാട് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് പറഞ്ഞിട്ടുണ്ട്, പേറ്റൻറ്റ്, കോപ്പിറൈറ്റ്, സോഫ്റ്റ്വെയർ, ട്രേഡ് മാർക്ക്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻടാഞ്ചിബിൾ അസറ്റ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള എക്സ്പെൻഡിച്ചേഴ്സ് ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് അണ്ടർ ഡെവലപ്മെൻറ്റ് എന്ന കാറ്റഗറിയിൽ കാണിക്കേണ്ടത്. അപ്പോൾ ഇൻടാഞ്ചിബിൾ അസറ്റ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും എക്സ്പെൻഡിച്ചർ വന്നതാണെങ്കിൽ, അതായത് അത് ആ ഒരു പ്രോസസ്സ്, അതായത് ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള എക്സ്പെൻസസ് വന്നിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മളിവിടെ കാണിക്കേണ്ടത്, ഇൻടാഞ്ചിബിൾ അസറ്റ്സ് അണ്ടർ ഡെവലപ്മെൻറ്റ് എന്ന ഹെഡിൽ കാണിക്കേണ്ടത്. വൺസ് ആ ഒരു ഡെവലപ്മെൻറ്റ് ഓഫ് ആൻ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഇസ് കംപ്ലീറ്റഡ്, ദെൻ ദി എമൗണ്ട് accumulated under this head is transferred to the intangible assets എന്ന് പറയുന്ന ആ ഒരു ഹെഡിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പം ഇൻടാഞ്ചിബിൾ അസറ്റ്സിൻ്റെ ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ആണെങ്കിൽ അപ്പോൾ പിന്നെ നമ്മൾ ആ എമൗണ്ട് കാണിക്കേണ്ടത് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയുന്ന ഹെഡിലാണ്. അപ്പോൾ അതിൻ്റെ ഡെവലപ്മെൻറ്റ് ആ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സമയത്ത് വന്നിട്ടുള്ള എക്സ്പെൻഡിച്ചേഴ്സാണ് നമ്മൾ എവിടെ കാണിക്കേണ്ടത്? ഇൻടാഞ്ചിബിൾ അസറ്റ്സ് അണ്ടർ ഡെവലപ്മെൻറ്റിൽ കാണിക്കേണ്ടത്. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ എക്സ്പെൻസസ് നമ്മൾ കാണിക്കേണ്ടത് അതർ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയുന്ന ഹെഡിലും ആയിരിക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ബയോളജിക്കൽ അസറ്റ്സ് അതർ ദാൻ ബിയറർ പ്ലാന്റ്സ്. ബയോളജിക്കൽ അസറ്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലിവിങ് ആനിമൽ ഓർ പ്ലാന്റ് അതൊക്കെയാണ്. അപ്പോൾ അതിന് ബയോളജിക്കൽ അസറ്റ്സിൻ്റെ എക്സാമ്പിൾസ് ആണ് ഷീപ്പ്, ട്രീസിൻ്റെ ടിമ്പർ പ്ലാന്റേഷൻ, ദെൻ ഡയറി കാറ്റിൽ, കോട്ടൺ പ്ലാന്റ്സ്, ഷുഗർ കെയിൻ, ടീ ബുഷസ്, ഓയിൽ പാംസ്, ഫ്രൂട്ട് ട്രീസ്, റബ്ബർ ട്രീസ്. അപ്പോൾ ഇത്തരത്തിൽ ബയോളജിക്കൽ അസറ്റ്സ്, അതായത് ലിവിങ് ആനിമൽസ് ഓർ പ്ലാന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് ബയോളജിക്കൽ അസറ്റ്സ് അതർ ദാൻ ബിയറർ പ്ലാന്റ്സ് എന്ന് പറയുന്ന ഹെഡിൽ നമ്മൾ കാണിക്കേണ്ടതായിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് ആണ് ഫിനാൻഷ്യൽ അസറ്റ്സ്. ഫിനാൻഷ്യൽ അസറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ട്രേഡ് റിസീവബിൾസ്, ലോൺസ്, അതേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ ഫിനാൻഷ്യൽ അസറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോൺ കറൻറ്റ് ഫിനാൻഷ്യൽ അസറ്റ്സ് ആണ്. അതായത് നോൺ കറൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, നോൺ കറൻറ്റ് ട്രേഡ് റിസീവബിൾസ് ആൻഡ് നോൺ കറൻറ്റ് ലോൺസ് ആൻഡ് അതർ നോൺ കറൻറ്റ് ഫിനാൻഷ്യൽ അസറ്റ്സ്. ഇതൊക്കെയാണ് ഇവിടെ ഫിനാൻഷ്യൽ അസറ്റ്സിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. അതായത് ഇപ്പോൾ നമ്മുടെ കമ്പനി വേറെ ഏതെങ്കിലും കമ്പനീസിൻ്റെ ഷെയർസിലോ അല്ലെങ്കിൽ ഡിബെഞ്ചേഴ്സിലോ ബോൺസിലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തതാണെങ്കിൽ അത് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് നമ്മൾ കാണിക്കേണ്ടത്. പിന്നെ മോർ ദാൻ 12 മന്ത്സിൽ കൊണ്ട് റിയലൈസ് ചെയ്യുന്ന റിസീവബിൾസ് ആണെങ്കിൽ അതാണ് ട്രേഡ് റിസീവബിൾസിൽ കാണിക്കേണ്ടത്. ബിൽസ് റിസീവബിൾസ്, അതേപോലെ ഡെപ്റ്റേഴ്സ്, അതൊക്കെ അതായത് മോർ ദാൻ 12 മന്ത്സിന് കൊണ്ട് റിയലൈസ് ചെയ്യുന്ന ഡെപ്റ്റേഴ്സ്, ബിൽസ് റിസീവബിൾസ് ഒക്കെയാണ് ട്രേഡ് റിസീവബിൾസിൽ കാണിക്കേണ്ടത്. പിന്നെ നമ്മുടെ കമ്പനി മറ്റേതെങ്കിലും കമ്പനീസിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫേംസിനൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ലോൺസ്, ലോങ് ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്തതാണെങ്കിൽ അതാണ് ലോൺസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിക്കേണ്ടത്. പിന്നെ ഇതിലൊന്നിനും പെടാത്ത മറ്റേതെങ്കിലും തരത്തിലുള്ള ഫിനാൻഷ്യൽ അസറ്റ്സ് ഉണ്ടെങ്കിൽ അതാണ് അതേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ കാണിക്കേണ്ടതായിട്ടുള്ളത്. സോ ദീസ് ആർ ദി ഫിനാൻഷ്യൽ അസറ്റ്സ്. പിന്നെ ഉള്ളത് ഡെഫേർഡ് ടാക്സ് അസറ്റ്സ് ആണ്. ഡെഫേർഡ് ടാക്സ് അസറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ടാക്സബിൾ ഇൻകവും അതുപോലെ തന്നെ റെക്കോർഡഡ് ഇൻകവും തമ്മിലുള്ള, അതായത് ടാക്സബിൾ ഇൻകം അല്ലെങ്കിൽ റിപ്പോർട്ടഡ് ഇൻകവും തമ്മിലുള്ള ടൈമിംഗ് ഡിഫറൻസ് കൊണ്ടിട്ട് നമ്മൾ കമ്പനി ഹയർ ടാക്സ് പേ ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ടാക്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡെഫേർഡ് ടാക്സ് അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അസറ്റാണ്. നമ്മൾ കൂടുതൽ പേ ചെയ്യേണ്ടി ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ നമ്മൾ പേ ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അസറ്റാണ്. അത് പിന്നീട് ഫ്യൂച്ചറിൽ അതെന്ത് ചെയ്യും? തിരിച്ച് റിവേഴ്സ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ഡെഫേർഡ് ടാക്സ് അസറ്റ്സ്. അടുത്തത് അതർ നോൺ കറൻറ്റ് അസറ്റ്സ് ആണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരുപാട് നോൺ കറൻറ്റ് അസറ്റ്സ് പറഞ്ഞു. ഇതിലൊന്നും പെടാത്ത മറ്റേതെങ്കിലും നോൺ കറൻറ്റ് അസറ്റ് ഉണ്ടെങ്കിൽ അതാണ് അതർ നോൺ കറൻറ്റ് അസറ്റ്സ് എന്ന് പറയുന്ന ഹെഡിൽ കാണിക്കേണ്ടത്. സോ ദീസ് ആർ ദി
assets comes under the head of non-current assets. അപ്പോൾ അതിൽ ഏതൊക്കെയാണുള്ളത്? പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് വരുന്നുണ്ട്, ക്യാപിറ്റൽ വർക്കിംഗ് പ്രോഗ്രസ് വരുന്നുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി വരുന്നുണ്ട്, ഗുഡ് വിൽ വരുന്നുണ്ട്, അതർ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് വരുന്നുണ്ട്, ഇൻടാഞ്ചിബിൾ അസറ്റ്സ് അണ്ടർ ഡെവലപ്മെൻറ്റ് വരുന്നുണ്ട്, ദെൻ ബയോളജിക്കൽ അസറ്റ്സ് അതർ ദാൻ ബിയറഡ് പ്ലാന്റ്സ് വരുന്നുണ്ട്, ഫിനാൻഷ്യൽ അസറ്റ്സ് വരുന്നുണ്ട്, ഡെഫേർഡ് ടാക്സ് അസറ്റ്സ് വരുന്നുണ്ട്, ആൻഡ് അതർ നോൺ കറണ്ട് അസറ്റ്സും വരുന്നുണ്ട്. സോ അതെന്ത് ചെയ്യുക? ടോട്ടൽ ചെയ്യുക. പിന്നെ ഉള്ളത് കറണ്ട് അസറ്റ്സ് ആണ്. കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. അതായത് വിത്തിൻ 12 monthsൻ്റെ ഉള്ളിൽ റിയലൈസ് ചെയ്യുന്ന, ക്യാഷായിട്ട് റിയലൈസ് ചെയ്യാൻ പറ്റുന്ന ക്യാഷ് ഇക്വലൻസ് ആൻഡ് അസറ്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത്. സോ കറണ്ട് അസറ്റ്സിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള അസറ്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെ ഐറ്റമാണ് ഇൻവെൻട്രീസ്. ഇൻവെൻട്രീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. ഇൻവെൻട്രീസ് ഇൻക്ലൂഡ്സ് ദി ഗുഡ്സ് ഹെൽഡ് ബൈ ആൻ എൻ്റർപ്രൈസ് for the purpose of consumption in the production process or which are currently in the production cycle or are being held for sale in the ordinary course of the business. അപ്പം നമ്മൾ സാധാരണയായിട്ട് ഇൻവെൻട്രീസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന ഗുഡ്സ്, അല്ലെങ്കിൽ നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ സെയിൽ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ കീപ്പ് ചെയ്തിട്ടുള്ള ഗുഡ്സ്, ഇതിനൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻവെൻട്രി എന്ന് പറയുന്നത്. നമുക്ക് കൂടുതൽ സുപരിചിതം ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്ന ടേമാണ്. പക്ഷേ അവിടെ ഇൻവെൻട്രി എന്ന് പറയുന്ന സമയത്ത് അവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് അല്ലെങ്കിൽ സ്റ്റോക്കിംഗ് ട്രേഡ് മാത്രമല്ല നമ്മളവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെ വേറെയും ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ റോ മെറ്റീരിയൽസ് വരുന്നുണ്ട്, വർക്ക് ഇൻ പ്രോഗ്രസ് വരുന്നുണ്ട്, ഫിനിഷ്ഡ് ഗുഡ്സ് വരുന്നുണ്ട്, സ്റ്റോക്കിംഗ് ട്രേഡ് വരുന്നുണ്ട്, സ്റ്റോഴ്സ് ആൻഡ് സ്പെയേഴ്സ്, ദെൻ ലൂസ് ടൂൾസ്, അതൊക്കെ എന്തിൽ പെട്ടതാണ്? ഇൻവെൻട്രീസ് എന്ന് പറയുന്ന ടേമിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതൊക്കെ കൂടിയിട്ടാണ് എന്ത് വരുന്നത്? ഇൻവെൻട്രീസ് ആവുന്നത്. സോ ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് ഇൻവെൻട്രീസ് ആണ്. ആൻഡ് ദി സെക്കൻഡ് ഐറ്റം ഈസ് ഫിനാൻഷ്യൽ അസറ്റ്സ്. അതായത് നോൺ കറണ്ട് നേച്ചറിലുള്ള ഫിനാൻഷ്യൽ അസറ്റ്സ് ആണ് അവിടെ വരുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് കറണ്ട് നേച്ചറിലുള്ള, നോൺ കറണ്ട് അല്ല, കറണ്ട് നേച്ചറിലുള്ള ഫിനാൻഷ്യൽ അസറ്റ്സ് ആണ് അവിടെ വരുന്നത്. അതിലേതൊക്കെയാണെന്ന് വെച്ചാൽ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, കറണ്ട് ട്രേഡ് റിസീവബിൾസ്, ദെൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ്, ബാങ്ക് ബാലൻസസ്, ഷോർട്ട് ടേം ലോൺസ് ആൻഡ് അതേഴ്സ്. ഇതൊക്കെയാണ് എന്തിൽ വരുന്നത്? ഫിനാൻഷ്യൽ അസറ്റ്സിൽ വരുന്നത്. അപ്പോൾ വിത്തിൻ 12 monthsൻ്റെ ഉള്ളിൽ നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഷോർട്ട് ടേം ലോൺസ്, അതേപോലെ ട്രേഡ് റിസീവബിൾസ് ഒക്കെയാണ് ആ ഒരു കാറ്റഗറിയിൽ വരുന്നത്. പിന്നെ വരുന്നത് ക്യാഷ് ബാലൻസ്, ബാങ്ക് ബാലൻസ്, ക്യാഷ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, ഷോർട്ട് ടേം മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, അതൊക്കെയാണ് ഏതിൽ വരുന്നത്? കറണ്ട് അസറ്റ്സിൽ, ഫിനാൻഷ്യൽ അസറ്റ്സ് എന്ന് പറയുന്ന ഹെഡിൽ വരുന്നത്. പിന്നെ വരുന്നത് കറണ്ട് ടാക്സ് അസറ്റ്സ് ആണ്. എന്ന് പറയുന്നത് ഇപ്പം കമ്പനീസ് ടാക്സ് എന്ത് ചെയ്യാറുണ്ട്? പേ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ അവർ അഡ്വാൻസ് ടാക്സ് പേ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അവർ ടാക്സ് പേ ചെയ്യുന്ന സമയത്ത് ആക്ച്വലി കമ്പനീസ് കൊടുക്കേണ്ട ടാക്സിനേക്കാൾ കൂടുതലാണ് അവർ പേ ചെയ്തിട്ടുള്ള ടാക്സ് എങ്കിൽ അത്തരത്തിലുള്ള ടാക്സസ് ആണ് കറണ്ട് ടാക്സ് അസറ്റ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമ്മൾ കാണിക്കേണ്ടത്. നെക്സ്റ്റ് ഈസ് അതർ കറണ്ട് അസറ്റ്സ്. അപ്പോൾ അതർ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഒരുപാട് കറണ്ട് അസറ്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഹെഡ്സിലൊന്നും, ഈ സബ് ഹെഡ്സിലൊന്നും വരാത്ത പക്ഷേ കറണ്ട് നേച്ചറിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള അസറ്റ് ഉണ്ടെങ്കിൽ അതാണ് നമ്മളിവിടെ കാണിക്കേണ്ടത്. അതർ കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു ഹെഡിൽ കാണിക്കേണ്ടത്. സോ ദീസ് ആർ ദി കറണ്ട് അസറ്റ്സ്. ഇൻവെൻട്രീസ്, ഫിനാൻഷ്യൽ അസറ്റ്സ്, ഫിനാൻഷ്യൽ അസറ്റ്സിൽ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരും, ട്രേഡ് റിസീവബിൾസ് വരും, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് വരും, ബാങ്ക് ബാലൻസസ് വരും, ലോൺസ് വരും, ആൻഡ് അതർ ഫിനാൻഷ്യൽ അസറ്റ്സ്. പിന്നെ ഉള്ളത് കറണ്ട് ടാക്സ് അസറ്റ്സ്, അതേപോലെ അതർ കറണ്ട് അസറ്റ്സ്. സോ ദീസ് ആർ ദി കറണ്ട് അസറ്റ്സ്. അപ്പം ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ളത് അസറ്റ് സൈഡാണ്. ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ നോൺ കറണ്ട് അസറ്റ്സും പറഞ്ഞു, അതേപോലെ കറണ്ട് അസറ്റ്സും പറഞ്ഞു. അപ്പോൾ അതൊക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം എമൗണ്ട് കോളം എന്ത് ചെയ്യുക? ടോട്ടൽ ചെയ്യുക. അതാണ് എന്തെന്ന് പറയുന്നത്? ടോട്ടൽ അസറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് ആണ്. നെക്സ്റ്റ് സൈഡ്, ബാലൻസ് ഷീറ്റിൻ്റെ അടുത്ത സൈഡ് എന്ന് പറയുന്നത് എന്താണ്? ഇക്വിറ്റീസ് ആൻഡ് ലയബിലിറ്റീസ് ആണ്. ഫസ്റ്റ് ഐറ്റം ഇക്വിറ്റി. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി റെപ്രസെൻറ്റ്സ് ദി ക്ലെയിം ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ് ഓവർ ദി അസറ്റ്സ് ഓൺഡ് ബൈ ദി കമ്പനി. അപ്പോൾ ഓണേഴ്സിൻ്റെ, അതായത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ക്ലെയിമാണ് എന്നു പറയുന്നത് ഇക്വിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, ദേ ആർ ദി റിയൽ ഓണേഴ്സ് ഓഫ് ദി കമ്പനി. അപ്പം അവരുടെ ക്ലെയിം, അവർക്ക്
അധികാരപ്പെട്ട അല്ലെങ്കിൽ അവർക്ക് അവകാശപ്പെട്ടിട്ടുള്ള എമൗണ്ടാണ് എന്തിൽ വരുന്നത്, ഇക്വിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വരുന്നതാണ് ഇക്വിറ്റി, ഷെയർ ക്യാപിറ്റലും അതുപോലെ അതർ ഇക്വിറ്റി. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്താണെന്ന് നമുക്കറിയാം. എന്താണ്, അവർ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ക്യാപിറ്റലാണ് എന്തിൽ വരുന്നത്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഉള്ളത് അതർ ഇക്വിറ്റിയാണ്. അതർ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവകാശപ്പെട്ട മറ്റു കാര്യങ്ങൾ ഏതൊക്കെയാണ്, റിസർവ്സ് ആൻഡ് സർപ്ലസ് ഒക്കെയാണ് അവിടെ വരുന്നത്. അപ്പോൾ അത്രയാണ് ഇക്വിറ്റി എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്. കാരണം റിസർവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, കമ്പനീസ് അവർക്ക് ഉണ്ടാവുന്ന പ്രോഫിറ്റിൻ്റെ ഒരു പോർഷൻ അവർ കമ്പനിയിൽ തന്നെ റീറ്റെയിൻ ചെയ്ത് വെക്കുകയാണ്, റിസർവ്സ് ആയിട്ട് കീപ്പ് ചെയ്യുന്നതാണ് റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്നൊക്കെ പറയുന്നത്. അത് ആക്ച്വലി ആർക്ക് അവകാശപ്പെട്ടതാണ്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവകാശപ്പെട്ടതാണ്. സോ അതർ ഇക്വിറ്റി എന്ന് പറയുന്നത്, അതുപോലെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നതൊക്കെ എന്താണ്, ഇക്വിറ്റി എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരുന്നത്. ദേ ആർ ദി ക്ലെയിംസ് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദി കമ്പനി. നെക്സ്റ്റ് വരുന്നത് ലയബിലിറ്റീസ് ആണ്. ലയബിലിറ്റീസിനെ നോൺ കറൻറ്റ് ലയബിലിറ്റീസ് എന്നും അതേപോലെ കറൻറ്റ് ലയബിലിറ്റീസ് എന്നും പറഞ്ഞിട്ട് രണ്ടായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോൺ കറൻറ്റ് ലയബിലിറ്റീസിൽ വരുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ലയബിലിറ്റീസ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ബോറോയിങ്സ്, ട്രേഡ് പേയബിൾസ്, അതർ ഫിനാൻഷ്യൽ ലയബിലിറ്റീസ്. അപ്പം ഫിനാൻഷ്യൽ ലയബിലിറ്റീസിൽ വരുന്നത് എന്താണ്, ഫിനാൻഷ്യൽ ലയബിലിറ്റീസിൽ വരുന്നത് ബോറോയിങ്സ്. കമ്പനി ഏതാണ്, നോൺ കറൻറ്റ് ലയബിലിറ്റീസ് ആണ് വരുന്നത്. മീൻസ് കമ്പനി മറ്റേതെങ്കിലും ഫേമെന്നോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എവിടെയെങ്കിലും കമ്പനി ലോങ് ടേം ബോറോയിങ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് എന്തിൽ വരുന്നത്, ഫിനാൻഷ്യൽ ലയബിലിറ്റീസിൽ വരുന്നത്. ദെൻ ട്രേഡ് പേയബിൾസ്, നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും എമൗണ്ട് കൊടുക്കാനുണ്ടെങ്കിൽ, അതായത് ബിൽസ് പേയബിൾ അതേപോലെ സൺട്രി ക്രെഡിറ്റേഴ്സൊക്കെയാണ് ആ ഒരു ഇതിൽ വരിക. അതായത് മോർ ദാൻ 12 months കഴിഞ്ഞിട്ട് റിയലൈസ് ചെയ്യുന്ന ട്രേഡ് പേയബിൾസ്, അതാണ് ഇവിടെ വരുന്നത്. പിന്നെ ഉള്ളത് അതർ ഫിനാൻഷ്യൽ ലയബിലിറ്റീസാണ്. അപ്പോൾ ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് കഴിഞ്ഞാൽ അടുത്തതെന്ന് പറയുന്നത് പ്രൊവിഷൻസ് ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീസ് ആണ്. നമ്മൾ നേരത്തെ ഡെഫേർഡ് ടാക്സ് അസറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം റിപ്പോർട്ടഡ് ഇൻകവും അതേപോലെ ടാക്സബിൾ ഇൻകവും തമ്മിലുള്ള ടൈമിംഗ് ഡിഫറൻസ് കൊണ്ടിട്ട് കമ്പനി പേ ചെയ്തിട്ടുള്ള ടാക്സ് ലോവർ ആണെങ്കിൽ അതിൻ്റെ ബാക്കി എന്തായാലും ടാക്സ് കമ്പനി പിന്നീട് എന്ത് ചെയ്യേണ്ടി വരും, പേ ചെയ്യേണ്ടതായിട്ട് വരും. സോ ഇറ്റ്സ് എ ലയബിലിറ്റി ഇൻ ദി ഫ്യൂച്ചർ. അത്തരത്തിലുള്ള ടാക്സ് ലയബിലിറ്റീസിനെയാണ് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. അടുത്തത് അതർ നോൺ കറൻറ്റ് ലയബിലിറ്റീസ് ആണ്. അതർ നോൺ കറൻറ്റ് ലയബിലിറ്റീസ് പറഞ്ഞാൽ നോൺ കറൻറ്റ് നേച്ചറിലുള്ള ഈ ഒരു കാറ്റഗറിയിലൊന്നും പെടാത്ത മറ്റെന്തെങ്കിലും ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ അതാണ് എന്തിൽ വരിക, അതർ നോൺ കറൻറ്റ് ലയബിലിറ്റീസ് എന്ന് പറയുന്ന ഹെഡിൽ വരുന്നത്. സോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നോൺ കറൻറ്റ് ലയബിലിറ്റീസ് ആണ്. അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് ഫിനാൻഷ്യൽ ലയബിലിറ്റീസ്, പ്രൊവിഷൻസ്, ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീസ് ആൻഡ് അതർ നോൺ കറൻറ്റ് ലയബിലിറ്റീസ്. നെക്സ്റ്റ് കറൻറ്റ് ലയബിലിറ്റീസ് ആണ്. അപ്പം കറൻറ്റ് ലയബിലിറ്റീസ് നമുക്കറിയാം വിത്തിൻ 12 months ഉള്ളിൽ പേ ഓഫ് ചെയ്യുന്ന ലയബിലിറ്റീസ് ആണ് കറൻറ്റ് ലയബിലിറ്റീസ് എന്ന് പറയുന്ന ഹെഡിൽ വരുന്നത്. അതേതൊക്കെയാണെന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ ലയബിലിറ്റീസ്, അതായത് ഷോർട്ട് ടേം ബോറോയിങ്സ്, ഷോർട്ട് ടേം ട്രേഡ് പേയബിൾസ്, അതർ ഫിനാൻഷ്യൽ ലയബിലിറ്റീസ്, അതൊക്കെ. പിന്നെ ഉള്ളത് അതർ കറൻറ്റ് ലയബിലിറ്റീസ്, പ്രൊവിഷൻസ് ആൻഡ് കറൻറ്റ് ടാക്സ് ലയബിലിറ്റീസ്. അപ്പോൾ ഇത്രയാണ് കറൻറ്റ് ലയബിലിറ്റീസ് എന്ന് പറയുന്ന ഹെഡിൽ വരുന്നത്. ഫിനാൻഷ്യൽ ലയബിലിറ്റീസ്, അതർ കറൻറ്റ് ലയബിലിറ്റീസ്, പ്രൊവിഷൻസ്, കറൻറ്റ് ടാക്സ് ലയബിലിറ്റീസ്. അപ്പോൾ വിത്തിൻ 12 months പേ ഓഫ് ചെയ്യുന്ന ലയബിലിറ്റീസാണ് കറൻറ്റ് ലയബിലിറ്റീസ് എന്ന് പറയുന്ന ഹെഡിൽ വരുന്നത്. അപ്പോൾ ലയബിലിറ്റി സൈഡ്, അതായത് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി സൈഡ് എന്ത് ചെയ്യും, അതേപോലെ തന്നെ ടോട്ടൽ ചെയ്തിട്ട് അവിടെ ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിൽ എന്ത് ചെയ്യും, മാർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് രണ്ടും നമുക്കറിയാം ബാലൻസ് ഷീറ്റ് എന്താവണം, ടാലി ആവണം. വിച്ച് മീൻസ് അതിൻ്റെ അസറ്റ് സൈഡും അതേപോലെ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി സൈഡും അതെന്താവും, ഈക്വൽ ആവും. ഇങ്ങനെയാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ കമ്പനീസ് ആക്ട് 2013 പ്രകാരമാണ് കമ്പനീസ് ആക്ട് 2013 ബാലൻസ് ഷീറ്റിൻ്റെ ഫോമാറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഫോമാറ്റിൽ ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ആ ഫോമാറ്റ് അനുസരിച്ചിട്ടായിരിക്കണം ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് എന്ത് ചെയ്യേണ്ടത്, അവരുടെ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്. സോ അതിൻ്റെ ബാലൻസ് ഷീറ്റിൻ്റെ ഫോമാറ്റാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളത്. സോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.